കടലെ ശാന്തമാകുക. ഇത് കടലിനോട് ആജ്ഞാപിച്ചത് ആരാണ്? ഇത് ആജ്ഞാപിച്ചത് യേശു ക്രിസ്തുവാണ്. ഇത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ മനസ്സിനെ സമാധാനപ്പെടുത്താം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവാണ് ആദ്യമായിട്ട് കടലിനോട് ആജ്ഞാപിക്കുന്നത്. കടലെ ശാന്തമാകുക, നിന്റെ കാറ്റും കോളും നിർത്തുക. ഇത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓരോ കഥകളും അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥങ്ങളും ഓരോ ഇതും ഉപമ അലങ്കാരത്തോടു കൂടിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പക്ഷെ അത് നേരിട്ട് മനസ്സിലാക്കുകയല്ല, അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം ഇതാണ്. മനസ്സ് എന്ന് പറയുന്നത് ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞതാണ്. അതായത് കടൽ പോലെ ഒരു വിഷയം നമ്മൾ പരിഹരിച്ചു കഴിയുമ്പോൾ അടുത്ത തിര വരും. ആ തിരയും മാറി നമ്മളത് പരിഹരിച്ചു കഴിയുമ്പോൾ അത് ഉൾവരിയും, വീണ്ടും അടുത്ത തിര വരും. അങ്ങനെ തിരകൾ എപ്പോഴും അലയടിച്ചു കൊണ്ടിരിക്കുന്നതാണ് കടൽ. ഇതുപോലെയാണ് മനസ്സും ഇതുപോലെ നിരന്തരം ഓരോ വിഷയങ്ങളിൽ ഏർപ്പെടുകയും അവ ഉൾവലിയുകയും വീണ്ടും അടുത്ത വിഷയം തരികയും ചെയ്യുന്ന ആ പ്രതിഭാസത്തെയാണ് യേശു കടലിനോടായിട്ട് ആജ്ഞാപിച്ചത്. അതായത് മനസ്സിനോടായിട്ട് ആജ്ഞാപിച്ചത്, കടലെ ശാന്തമാകുക, നിന്റെ കാറ്റും കൂടും നിർത്തുക. ഇത് നിർത്തിയാൽ മാത്രമേ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വരികയുള്ളൂ. അപ്പോൾ ശാന്തി എങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം എന്ന് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാണ് യോഗവിദ്യയിലാണ് ഇത് പറഞ്ഞിരിക്കണം. അതിന് വേണ്ടത് കാര്യം നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കുകയും മനസ്സിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. മനസ്സ് എന്ത് വിഷയത്തിലേക്കാണ് ഇടപെടുക, മനസ്സ് എന്ത് വിഷയത്തിലേക്കാണ് കൈകാര്യം ചെയ്യുക, മനസ്സിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നോക്കുക. ഇപ്പോൾ ഒരു സ്ത്രീ അടുക്കെ വന്നു കഴിഞ്ഞാൽ അല്ല പുരുഷനാണെങ്കിൽ അത് പല രീതിയിലുള്ള ചിന്തകളായിരിക്കും അവരിൽ വരിക. പുരുഷനാണ് വരുന്നതെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും അവർക്കുണ്ടാകുക. ഇതെല്ലാം ഇവിടെ ചിന്തിപ്പിക്കുന്നതും മനസ്സാണ്. ഈ മനസ്സിനകത്താണ് ആത്മബോധം ഇരിക്കുന്നത്. ആത്മബോധത്തിനകത്താണ് പരമാത്മബോധം ഇരിക്കുന്നത്. പരമാത്മബോധത്തിനകത്താണ് നമ്മുടെ ദൈവിക ചൈതന്യം ഇരിക്കുന്നത്. ഈ ചൈതന്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗ്രന്ഥങ്ങളും എഴുതി വെച്ചിരിക്കണം. എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളും സത്യമാണ്. പക്ഷെ അതിനെ യഥാർത്ഥ അർത്ഥത്തോട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ വിഷയം അതല്ല, മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെ കുറിച്ച് അറിയുമ്പോഴത്തേക്ക് മനസ്സ് ഓരോ സമയവും ഒരുപാട് ഊർജ തരംഗങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിതത്തെ മനോഹരവും സന്തോഷവും അല്ലെങ്കിൽ ഓരോ വൈകാരിക ഭാവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. മനസ്സിൻ്റെ ഈ പ്രവൃത്തി നിർത്തിയാൽ ജീവിത ചക്രം തന്നെ ചിലപ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് മനസ്സിനെ ശരിയായ രീതിയിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഈശ്വര വിശ്വാസത്തോട് കാണാനും ഈശ്വരനോട് നമുക്ക് സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഈശ്വരൻ നമുക്ക് ടെലിപ്പതിയിലൂടെ നമ്മുടെ സംശയങ്ങൾക്ക് നേരിട്ട് ഉത്തരം തരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ കടലിനെ ശാന്തമാക്കുന്നത് പോലെ ആ കാറ്റും കോളും തിരയും ഇല്ലാത്ത ഒരു മനസ്സ് രൂപപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈശ്വരനോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഈശ്വരനോട് ഏത് രീതിയിലുള്ള സംശയങ്ങളും ചോദിക്കാനും സംസാരിക്കാനും പറ്റും. ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്കൊരു ബോധമുള്ളതുപോലെ പ്രപഞ്ചത്തിനും ഒരു ബോധമുണ്ട്. ഈ പ്രപഞ്ചബോധത്തെയാണ് ഞാൻ ഇവിടെ ഈശ്വരനായിട്ട് പറയുന്നത്. ആ ബോധത്തോട് നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ്. അതിന് കറക്റ്റായിട്ട് ഉത്തരം തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഈശ്വരനെ നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ പറയുന്ന രൂപത്തിൽ വന്ന് പ്രത്യക്ഷത്തിൽ വരികയും ചെയ്യും. ഈശ്വരന് രൂപമില്ല. കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു, ബോധത്തിന് രൂപമില്ല. അപ്പോൾ ആ ഈശ്വരനോട് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കിയാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ഇതിനെയാണ് യോഗവിദ്യയിൽ ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത്. ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ചിന്തകളും ഒരുപാട് വികാരങ്ങളും വൈകാരിക ക്ഷോഭങ്ങളും ഒക്കെ വന്ന് നിറയുകയാണ്.
നമ്മൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള ആരാധന സ്ഥലങ്ങളിലേക്ക് നമ്മൾ മൂർത്തികളെയാണ് ആരാധിക്കുക. അതായത് സങ്കല്പ ഊർജ്ജം കൊടുത്തിട്ട് ആ സങ്കല്പ ഊർജ്ജത്തിന് ഒരു ബോധം ഉണ്ടാക്കിയിട്ട് ആ മൂർത്തിഭാവങ്ങളെയും അതാതിൻ്റെ സ്ഥലങ്ങളിലുള്ള ഭാവങ്ങളെയായിരിക്കും ഇത് വയ്ക്കുക. അത് യഥാർത്ഥ ദൈവിക ബോധമല്ല. യഥാർത്ഥ ദൈവിക ബോധം എന്ന് പറയുന്നത് പ്രാപഞ്ചിക ബോധത്തെയാണ്. ആ അതിൻ്റെ ഇപ്പം നമുക്ക് ഒരു കാര്യം നമ്മൾ ഇവിടെ ഒരു സാധനം എത്തുക, അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മുടെ കണ്ണിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുക, ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരുപാട് ആൾക്കാർ ഇടപെട്ടിട്ടാണ് നമ്മൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഒരു കിടക്ക വേണം, അതിൻ്റെ അകത്ത് നിറയ്ക്കുന്ന മെറ്റീരിയൽസ് ഒരുപാടുണ്ട്, അതിൻ്റെ തുണികളുണ്ട്, അതിൻ്റെ കണ്ടൻറ്റുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ ചേർത്താൽ മാത്രമേ നമുക്ക് ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് ആൾക്കാരാണ് അതിന് വൈദഗ്ധ്യമായിട്ട് നിലനിൽക്കുന്നത്. എന്നിട്ട് മാത്രമാണ് നമുക്കൊരു വസ്തു ഉപയോഗിക്കാൻ പറ്റുക. നമ്മളത് പൈസ കൊടുത്ത് വാങ്ങിക്കും എന്ന് പറയുന്ന പോലെയാണ് ഇവിടെയും ഈ ഓരോ കാര്യങ്ങൾക്കും ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം ഓരോരോ ആൾക്കാരെ സൃഷ്ടിക്കുകയും അല്ല അതിന് കലാവൈദഗ്ധ്യം കൊടുത്ത് നിർത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആ ദൈവബോധത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതം മനുഷ്യജന്മം നേടിയെടുക്കുകയും അടുത്ത ഡയമെൻഷനിലോട്ട് പോകേണ്ടതുണ്ട്. അതായത് 14 ഡയമെൻഷനാണ് ഉള്ളത്. നമ്മൾ സാധാ മനുഷ്യരൊക്കെ ഇരിക്കണം 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ യാഥാർത്ഥ്യമല്ല. അതിനപ്പുറത്ത് ഒരു ബോധമണ്ഡലം ഉണ്ടെന്നും അതിനപ്പുറത്ത് വേറൊരു ബോധമണ്ഡലം ഉണ്ടെന്നും ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പാണ്ഡവന്മാർ 14 വർഷം വനവാസത്തിനും ശ്രീരാമൻ 14 വർഷവും വനവാസത്തിനൊക്കെ പോയി എന്നല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഈ ഒരു കഥയെ അർത്ഥമാക്കിയാണ്. ഇങ്ങനെ കഥകളിലൊക്കെ ഒരുപാട് അർത്ഥവും അർത്ഥതലങ്ങളും ഉണ്ട്. അതിനെയൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഇതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് മനസ്സമാധാനം വേണം. മനസ്സിനെ സമാധാനപ്പെടുത്തി ഇരുത്തുക, മനസ്സിനെ ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടു നിർത്തുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ സംവാദങ്ങളുമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളപ്പോൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിന് നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ ആവശ്യം വേണ്ട പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരൊക്കെ ഒന്നും ആഗ്രഹിക്കാതെയും അവരവരുടേതായ തലങ്ങളിൽ സന്യസിക്കുകയൊക്കെ ചെയ്യുക. അവരിൽ ഇത് നടക്കുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ചിലവരൊക്കെ അത് വിജയിക്കും, ചിലവരൊക്കെ പരാജയപ്പെടും. ഈ പരാജയവും വിജയവും ഒക്കെ ഇതിൻ്റെ അകത്തും ഉള്ളതാണ്. അപ്പോൾ മനസ്സിനെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചബോധവുമായിട്ട് നമുക്ക് ടെലിപ്പതി വഴി നേരിട്ട് സംസാരിക്കാം. കണ്ട് സംസാരിക്കണമെങ്കിൽ കണ്ണ് തുറന്ന് സംസാരിക്കാം, അല്ലാതെയും സംസാരിക്കാം. ഇതൊരു വിശ്വാസത്തിൻ്റെ മാതൃകയല്ല, ഇതൊരു സത്യമാണ്. അപ്പോൾ മനസ്സിനെ യേശുക്രിസ്തു പറഞ്ഞ പോലെ തന്നെ കടലിനെ ശാന്തമാക്കുക. അതായത് മനസ്സിനെ ശാന്തമാക്കി നിർത്തി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്താൻ. എല്ലാ പ്രാർത്ഥനകളും വേണ്ട. നമുക്കറിയാം ഒരു മതങ്ങളിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഈ എല്ലാ പ്രാർത്ഥനകളും ഒരാൾക്ക് ചൊല്ലി തീർക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതൊക്കെ വ്യവസായാടിസ്ഥാനത്തിലാണ് നിൽക്കുക. അങ്ങനെ വ്യവസായാടിസ്ഥാനത്തിലുള്ള ഇതിനെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് അർത്ഥവത്ത് എന്ന് തോന്നുന്നുള്ള പ്രാർത്ഥന മാത്രം, സ്വന്തം ബുദ്ധിക്ക് തോന്നുന്ന അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് മാത്രമാണ് ഈ പ്രപഞ്ചബോധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ സാധിക്കുകയില്ല. കാരണം ഓരോ വിശ്വാസങ്ങളിലും ഇപ്പോൾ വ്യവസായവൽക്കരണം നടന്നിട്ടുണ്ട്. മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ 100% വ്യവസായവൽക്കരണമാണ്. അതായത് അമ്പലമായാലും പള്ളികളായാലും എല്ലാത്തിലും നമുക്ക് വ്യവസായത്തെ ശരിക്കും കാണാൻ പറ്റും. ഓരോ പ്രോഡക്റ്റ് വിൽക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണ് അത് നിൽക്കുക. യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സിനുള്ളിലാണ് ആരിയിരിക്കുന്നത്? ആത്മാവിരിക്കുന്ന. ആത്മാവിനുള്ളിലാണ്, ആത്മബോധത്തിനുള്ളിലാണ് പരമാത്മബോധം ഇരിക്കുന്ന. ആ പരമാത്മബോധത്തിനുള്ളിലാണ് യഥാർത്ഥ ദൈവം ഇരിക്കുന്നത്. ഇങ്ങനെ അവസ്ഥകളിൽ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥ ദൈവിക സത്ത അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് കാറ്റും കൂളൊന്നും ഇല്ലാത്ത ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ധ്യാനം ദിവസവും 5 മിനിറ്റ് വീതം
എടുത്ത് നമ്മൾ ആ മനസ്സിനെ നിരീക്ഷിച്ച് മനസ്സിലാക്കി, മനസ്സിൻ്റെ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആത്മീയ വളർച്ച കിട്ടും. അതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭൗതിക ഗുണങ്ങളല്ല, ആത്മീയ ഗുണങ്ങളാണ് അതിൽ കിട്ടുക. ഭൗതിക ഗുണങ്ങൾ വേണ്ടവർക്ക് അതിൽ നിന്നും എടുക്കാവുന്നതാണ്. എന്നാലും നമുക്ക് ദൈവവുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതൊരു അന്ധവിശ്വാസമല്ല, അല്ലെങ്കിൽ ഒരു മൂഢത്വമല്ല. ഇത് അറിയണവരാരും പുറത്ത് പറയാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം പല കള്ളങ്ങൾ കൊണ്ടാണ് ഓരോ വിശ്വാസത്തെയും നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആണ്ടുപോവുക, അല്ല അന്ധമായ രീതിയിലോട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ശരിയായ രീതി കണ്ടെത്തി തരുന്ന ആളിൽ നിന്നും, നമുക്ക് ബോധ്യമുള്ള ആളിൽ നിന്നും മാത്രം അതിനുള്ള അറിവുകൾ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ദൈവത്തെയും മനസ്സിനെയും ശാന്തമാക്കി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ, ജീവിതത്തിൻ്റെ രഹസ്യം പോലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.